അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഇസ്ലാം കാലികമാണ്. പരമ്പരാഗതമായി നമ്മുടെ കരങ്ങളിൽ എത്തി നിൽക്കുന്ന ഈ വിശുദ്ധ ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാത്ത വിധം ഭദ്രവുമാണ്. എന്നാൽ അതിലെ പല നിയമങ്ങളും അപരിഷ്കൃതമാണെന്നും കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടതാണെന്നും വാദിക്കുന്ന മുസ്ലിം നാമധാരികളും നമ്മുടെ ഇടയിൽ ഉണ്ട്. ഇതേ ആശയം മുന്നോട്ട് വെച്ച് കടന്നു വന്നവരാണ് നവീനവാദികളായ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും പോലെയുള്ള സംഘടനകൾ. ഇസ്ലാമിൻ്റെ ആദർശമായ ഇസ്തിഗാസയും തവസ്സുലും റാത്തീബും മൗലിദും മാലയും ഹദ്ദാദുമൊക്കെ അവർ ഇസ്ലാമിൽ നിന്നും അന്യമാക്കുകയും അത് മറ്റുള്ളവർക്ക് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിനെ വികൃതമാക്കാൻ കാരണമാകും എന്നും അവരിൽ പലരും വാദിക്കുന്നു. ഇതേ ആശയമാണ് യൂട്യൂബിൽ ഫേമസായി നിറഞ്ഞാടുന്ന നമ്മുടെ അൻസാരി സുഹരി ഉസ്താദിൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എനിക്ക് കേൾക്കാൻ ഇടയായത്. വല്ലാത്ത സങ്കടമാണ് തോന്നുന്നത്. ഈ മുസ്ലിം മതപണ്ഡിതന്മാർ പറഞ്ഞ് എങ്ങോട്ടാണ് ഇസ്ലാമിൻ്റെ ഈ ആശയങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നത്? ഈ ആശയം ഇവിടെ നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ സമസ്ത പണ്ഡിതന്മാർ ഇതിനു വേണ്ടി തന്നെയല്ലേ സമസ്ത എന്ന് പറയുന്ന മഹത്തായ മഹാപ്രസ്ഥാനത്തെ ഇവിടെ പടുത്തുയർത്തപ്പെട്ടത്? ഇതൊന്നും ഓർക്കാതെ നമുക്ക് കുറച്ച് വ്യൂസൊക്കെ കിട്ടിയപ്പോൾ ഒരൽപ്പം സ്ഥാനവും മാനവുമൊക്കെ നമുക്ക് കിട്ടിയെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്തൊക്കെയോ വിളിച്ച് ഇങ്ങനെ പറയാം. ആറ്റക്കോയ തങ്ങളുടെ ഒരു വീഡിയോ ക്ലിപ്പ് ന്യൂസിലാൻഡിലുള്ള ഏതോ ഒരു സുഹൃത്ത്, അമുസ്ലിമായൊരു സുഹൃത്ത് അയച്ചു കൊടുത്തത്രേ. ന്യൂസിലാൻഡിൽ നിന്നൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചിലതൊക്കെ മാറ്റണം ഡേ. എന്നിട്ട് എന്ത് ചെയ്യുക? എന്താണിത്? ഇസ്ലാമിനെ പറ്റി മറ്റുള്ളവർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്ലാമിനെ പറ്റി പറയേണ്ട തത്വം പറയണമെന്ന്. ഇദ്ദേഹം ഇസ്ലാമിനെ പറ്റി എന്ത് തത്വമാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഇസ്ലാം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ദിക്റുകളും റാത്തീബുകളും മൗലിദുകളും മാലകളും ഇസ്തിഗാസയും തവസ്സുലും മൗലിദും ഹദ്ദാദും ഒക്കെ ഉൾക്കൊള്ളുന്ന വലിയ ഒരു മഹത്തായ മതമാണ് ഞങ്ങളുടെ ഇസ്ലാം. അൻസാരി സുഹരി ഏത് ഇസ്ലാമിനെ പറ്റിയാണ് ഈ പറയുന്നത്? ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങൾ ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന ആളാണ്. ആ ഓൺലൈൻ മജ്ലിസിൽ സ്വാഭാവികമായി കമൻ്റ് ഇടുന്നവർക്ക് മറുപടി കൊടുക്കും. അതിൽ ചിലത് ആണുങ്ങളുണ്ടാകാം, പെണ്ണുങ്ങളുണ്ടാകാം. അവരുടെ പേര് ചിലപ്പോൾ എന്ന് പറയും. അതൊക്കെ എടുത്ത് ഇങ്ങനെ പ്രചരിപ്പിച്ച് ഞാൻ തങ്ങളെ ആക്ഷേപിക്കുകയല്ല എന്നൊരു ഭംഗി വാക്ക് പറഞ്ഞ് യഥാർത്ഥത്തിൽ ആക്ഷേപിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ വീഡിയോ ഇട്ട് അതൊക്കെയും ഇസ്ലാമിൽ നിന്നും അന്യമാണെന്നും ഉറുമ്പിനെ പൂക്കാനുള്ള ദിക്റുകളില്ല എന്നും മൂത്രമൊഴിച്ചാലുള്ള ദിക്റുകളില്ല എന്നും കിടന്നു മൂത്രമൊഴിച്ചാലുള്ള ദിക്റില്ല എന്നും അതുപോലെ ദിക്റുകളും സ്വലാത്തുകളൊക്കെ എന്താണ് ഇപ്പോൾ ആളിന് പിറുപിറു ആയി മാറിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരവസ്ഥയാണ്! അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതിനു വേണ്ടി പണിയെടുത്ത സമസ്ത പണ്ഡിതന്മാർ, നമ്മുടെ ആലിമീങ്ങൾ, ഇന്നും പല ആലിമീങ്ങളും അതിനുവേണ്ടിയല്ലേ ഈ സുന്നത്ത് ജമാഅത്ത് ഈ ആശയം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് ഉറക്കവും ഊണുമില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ പണ്ഡിതന്മാരുണ്ട്. അവരെയൊക്കെ ഒന്ന് അൻസാരി സുഹരി ഓർക്കണ്ടേ? അപ്പോൾ ഇപ്പം നിങ്ങൾക്കതൊക്കെ പെറുപെറുവായില്ലേ? ഇത് തന്നെയാണ് പ്രായമുള്ള ഉസ്താദന്മാരെ സ്റ്റേജിൽ കേട്ടുന്നതിന് പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പഴയ ആലിമീങ്ങളെ ഖുതുബ മിമ്പറിൽ നിന്നും ഒഴിവാക്കുന്ന പ്രവണത ഇന്നുണ്ട്. കാരണം അതൊന്നും ഇപ്പം ഷെയ്മുകേടായി മാറി. അതുപോലൊരു ഷെയ്മുകേടാണ് അൻസാരി സുഹരി പറഞ്ഞു വെച്ചത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വിശുദ്ധ ഇസ്ലാമിനെ അള്ളാഹു
ഇതുപോലെയുള്ള ജാഹിലീങ്ങളുടെ കയ്യിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കട്ടെ. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും മറ്റ് ഇബാദത്തുകളൊക്കെ അള്ളാഹു ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല ആളുകളോട് ഗ്രൂപ്പിലേക്ക് ചേരാൻ പറയുന്നുണ്ട്. ഷബിന, ഷമീർ, കുഞ്ഞിക്കമ്മുക്കാർ, പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെ, ഞാൻ ഈ തങ്ങളെ പരിഹസിക്കാനൊന്നും വന്ന ആളല്ല കേട്ടോ. നമ്മളതിന് യോഗ്യനുമല്ല. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത് മുസ്ലിം സഹോദരങ്ങളല്ല കേട്ടോ. ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന അക്ഷയ് എന്ന സഹോദര സമുദായത്തിൽപ്പെട്ട എന്റെ കൂട്ടുകാരുണ്ട്. അദ്ദേഹം ഏറെക്കാലമായി പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു. നൈരന്തര്യമായി ഞാനുമായി വാട്സപ്പിൽ ബന്ധപ്പെടുന്നവരാണ്. ഇസ്ലാമിന്റെ പലതരത്തിലുള്ള തത്വസംഹിതയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള പല ആളുകളുടെ നീതിബോധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം കുറിപ്പുകൾ എഴുതി വായിച്ചതിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്യാറുണ്ട്. അദ്ദേഹം ഇന്ന് എനിക്ക് അയച്ചെന്ന വീഡിയോയാണിത്. ഇതെന്നെ കാണിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നു, പടിഞ്ഞാറ് രാജ്യങ്ങളിലേക്ക് മുസ്ലിം പണ്ഡിതന്മാർ അല്ല ഒന്ന് രണ്ട് ആളുകൾ എനിക്ക് ഉദാഹരണ സഹിതം കാണിച്ചു, ഈ കണ്ണിന്റെ ഉള്ളിൽ ടാറ്റു ചെയ്ത് ഏലിയൻസ് ആകാൻ വേണ്ടി ജീവിക്കുന്ന അത്രയും തലച്ചോറ് നശിച്ചുപോയ ചിന്താവൈകളുള്ള മനുഷ്യരെ പരിശുദ്ധ ഇസ്ലാമിന്റെ സൽപാന്താവിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവർ പിന്നീട് പ്രബോധകരായി മാറുന്ന നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോ, അതിന്റെ ലിങ്ക് അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് ഈ വീഡിയോ കൂടെ അയച്ചു തന്നിട്ട് എന്റെ ചോദിച്ചു, എന്താണ് നമ്മുടെ കേരളത്തിലെ മനുഷ്യരുടെ അവസ്ഥ എന്ന് ചോദിച്ചു. സത്യത്തിൽ അദ്ദേഹത്തിന്റെ പരിമിതമായ അറിവാണ്. കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ഈ രൂപത്തിലല്ലല്ലോ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസ വിപ്ലവം നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാർ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കെല്ലാം സുപരിചിതമാണ്. അതിനൊക്കെ അപ്പുറം ഞാനൊരു കാര്യം നിങ്ങളെ മനസ്സിലാക്കി തരാം. നിങ്ങളുടെ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ എനിക്ക് ഇരിക്കുന്ന പുസ്തകം കണ്ടോ, മനുഷ്യനും മതവും എന്ന പുസ്തകമാണ്. ഇതിന്റെ രചയിതാവ് ബഹുമാനപ്പെട്ട PMK ഫൈസി ഉസ്താദ് മർക്കസിലെ മുൻ മുദരിസായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ 60-70 വർഷത്തെ ഹ്രസ്വമായ ജീവിത കാലയളവ് കൊണ്ട് തന്റെ ജീവിതം കൊണ്ടും താൻ പഠിച്ച പരിശുദ്ധമായ ഇസ്ലാമിന്റെ വൈവിധ്യമാർന്ന ദൃഢമായ ആശയങ്ങൾ സരളവും സമ്പൂർണമായി ജനങ്ങളിലേക്ക് പങ്കുവച്ചപ്പോൾ 2000-ലധികം ആളുകൾക്കാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മതം നുകരാനുള്ള വഴി ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരുക്കി കൊടുത്തത്. 2000-ലധികം ആളുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ഭാഗമായി എന്നുള്ളതാണ്. നമ്മൾ ആരെങ്കിലും അതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? ഞാനിത് പറഞ്ഞത് പണ്ഡിതന്മാരുടെ ജീവിതവും ലക്ഷ്യവും എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് കുറഞ്ഞ കാലയളവ് കൊണ്ട് പഠിപ്പിച്ചു പോയ ഒട്ടേറെ ഭാരതന്മാരായ ആളുകൾ നമുക്കുണ്ട്. അവർക്കിടയിൽ അവരുടെ ഓർമ്മകൾ നമുക്ക് നിലനിൽക്കുമ്പോഴാണ് ഇത്തരം വീഡിയോസുകൾ നമുക്ക് മുമ്പിൽ വരുന്നത്. ഒരർത്ഥത്തിൽ നമ്മൾ ഉത്തരമില്ലാതെ സ്തബ്ധരായി പോകാറുണ്ട്. മറ്റ് സമുദായക്കാർ ചോദിക്കുന്ന പോലെ എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇസ്ലാം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ അവർ യൂട്യൂബിൽ നടിച്ചു നോക്കിയാൽ അഡ്മിൻ സ്ഥാനത്തിൽ നിൽക്കുന്ന ജമീല താക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന, ഇന്ന് 1000 പേരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്ത സുൽഫത്ത് താത്താക്ക് വേണ്ടി നിരന്തരമായ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന, ഉറുമ്പ് കയറിയാലും കടന്നു മൂത്രമൊഴിച്ചാലുള്ള ദിക്റുകൾ, ഇതൊക്കെയാണ് ഇസ്ലാമെന്ന് മറ്റ് സഹോദരങ്ങൾ മനസ്സിലാക്കി പോവുകയാണ്. എന്തിനേറെ അവർ ഊറിച്ചിരിക്കുകയാണ്. ഇത്തരം വീഡിയോ വരുമ്പോൾ ഉറുമ്പ് കയറിയാലും കടന്നു മൂത്രമൊഴിക്കുന്നവനും എന്ത് ചെയ്യണമെന്ന തരത്തിലുള്ള അധികാറുകളൊക്കെ പഠിപ്പിക്കുന്ന തരത്തിലേക്ക് പോയി. അതൊന്നും വേണ്ട എന്ന് നമ്മളാരും പറയുന്നില്ല. പക്ഷേ നിങ്ങളെ കേൾക്കാൻ തത്സമയം 1,00,000 ആളുകളൊക്കെ ഉണ്ടാകും അല്ലെ? നമ്മളൊരു സ്ഥലത്തൊരു പഞ്ചായത്ത് ഗ്രൗണ്ടിൽ പരിപാടി വെച്ചാൽ ഏറ്റവും കുറഞ്ഞ 1000 പേര് പങ്കെടുത്തെന്ന് വിചാരിക്കുക. എത്ര രൂപ 1000 കസേരൊക്കെ ചെലവാകും, സ്റ്റേജ് മൈക്കൊക്കെ അല്ലെ? എന്നാൽ 249 രൂപ റീചാർജ് ചെയ്താൽ തത്സമയം നിങ്ങളുടെയൊക്കെ മുമ്പിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇരിക്കുകയാണ്. ആ മനുഷ്യർക്ക് നിങ്ങൾ ദിക്റും സ്വലാത്തും ഒക്കെ ചെല്ലിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ഇസ്ലാം, എന്താണ് ഇസ്ലാമിന്റെ വ്യത്യസ്തത, മതം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ എന്താണ്, മതം ഉൾക്കൊള്ളുന്നവനിക്കുണ്ടാകുന്ന പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങി പരിശുദ്ധമായ ഇസ്ലാമിന്റെ വൈവിധ്യ നീതിബോധ തലങ്ങളെയൊക്കെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ അവർക്ക് അള്ളാഹുവിന്റെ ദീൻ ഹക്കായിട്ട് മനസ്സിലാവൂലേ? ഈ അറിഞ്ഞു വിശ്വസിക്കുക എന്നുള്ളത് അറിയാതെ വിശ്വസിക്കുന്നതിനേക്കാൾ മാധുര്യമാണ്. പല ആളുകൾക്കും അറിയത്തില്ല ഇസ്ലാം എന്താണെന്ന് മനസ്സിലാകാത്ത അനേകായിരം മനുഷ്യർ. അവർ നിങ്ങളിങ്ങനെ ബെറുബെറു ചെല്ലിക്കുന്നതിന് പകരം അത് ചെല്ലിക്കുന്നതോടൊപ്പം തന്നെ ആളുകൾക്ക് ഇസ്ലാം എന്താണെന്ന് കൂടി പഠിപ്പിച്ചു കൊടുത്താൽ എത്ര രസമായിരിക്കും.